ഹായ് ഹലോ എല്ലാവർക്കും ആരീസ് വെള്ള യൂട്യൂബിലേക്ക് സ്വാഗതം. കുറേ ആയിട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫുള്ള് റീൽസും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ദാ ഇന്ന് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് തരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആവുക, ആ ഒരു ബ്ലൂ മാർക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഫസ്റ്റ് ഒരുപാട് വർഷങ്ങൾ മുന്നേ ഇത് ചെയ്തിട്ട് എനിക്കൊന്നും ആവായിട്ട് എവിടെ എത്തായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത് ഞാനത് എടുത്ത് രണ്ടാമത് യൂട്യൂബൊക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്, നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും നിങ്ങളെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്കിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക, 1,00,000 അതുപോലെ ഒരുപാട് പേരായതൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ 500 എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരുടെയും ഞാൻ നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു നൈറ്റ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഷൊക്കെ ആയി, ഇന്ന് ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് നൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഫ്രഷായി വന്നു. നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ തേച്ച് മോനും ഒക്കെ സെറ്റാക്കി കൊടുത്ത് പിന്നെ നമ്മളിതാ നൈറ്റ് കെയറിലേക്ക് പോവുകയാണ്, നൈറ്റ് ഹെയർ കെയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെറിയൊരു സെറം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സെറാണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എലവേരൻ്റെ സെറാണ്. അത് ജസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഹെയറൊക്കെ നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ തല കുനിഞ്ഞൊന്ന് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ബ്ലഡ് സർക്കുലേഷൻ, അത് നമുക്ക് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്താ, മുടി ഞാൻ സാധാരണ പോലെ തന്നെ മുകളിലേക്ക് കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ലച്ചുമോളും ബാക്കിൽ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ആ ഒരു തലയിലിടുന്ന സാധനവും കാര്യങ്ങളൊന്നും ഇല്ല, അതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് സ്ട്രീറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ ഭംഗിയാണ്. പക്ഷെ ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം ഞാൻ ഇന്നൊന്ന് യൂസ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അതിനുശേഷം അതാ ഇവിടെ മക്കളും ഏട്ടനും ഒക്കെ ഉണ്ട്. ഏട്ടൻ നാളെ കമ്പനിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനുണ്ട്. അപ്പോൾ ഏട്ടൻ അതിൻ്റെ തിരക്കിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഏട്ടൻ സീരിയലും വെച്ചിട്ടുണ്ട്, അത് കേൾക്കുന്നുണ്ട്, ഇത് എഴുതുന്നുണ്ട്, രണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ മക്കൾ രണ്ടുപേരും അവിടെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ലച്ചുമോളെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ വെച്ചു. നമ്മളിങ്ങനെ ഹെയർ നീട്ടലൊന്നുമില്ല കേട്ടോ, എപ്പോഴും ഇതിങ്ങനെ വെട്ടലാണ്. കാരണം അവൾക്ക് പെട്ടെന്ന് വയ്യാണ്ട് വരും. അപ്പോൾ നമ്മൾ കരുതി എന്തായാലും ഇപ്പോൾ ഒരു UKG-യിലെത്തി, 5 വയസ്സായല്ലോ, ഇനി പതിയെ നീട്ടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവളെ ഹെയറും അതുപോലെ തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുടി, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യം ചെയ്യാനൊക്കെ വെച്ച് തരും. അങ്ങനെ കിടക്കുന്ന സമയത്ത് മുടി നമ്മൾ കെട്ടി അങ്ങനെ ഭയങ്കര സ്ട്രെസ്സാക്കി കൊടുക്കാറില്ല കേട്ടോ. ഈ ഒരു ബണ്ണ് വെച്ചിട്ടാണ് കിടക്കാറ്. ഇപ്പം 2-3 ദിവസമായിട്ട് സ്കൂൾ ലീവാണ്, ഏട്ടൻ്റെ കമ്പനി ലീവാണ്, ശനിയും ഞായറും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഇന്നും ലീവാണ്. 28-നാണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെയായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ തന്നെയാണ്. ഒരു 5 മണിക്കാകുമ്പോഴാണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അവരുടെ കൂടെ ഞാനും കൂട്ടിയിട്ട് കുറച്ച് സീരിയലൊക്കെ കണ്ട് പിന്നെ കുറച്ച് കോമഡി സിനിമകളും കാര്യങ്ങളൊക്കെ കൂടി കണ്ടു. മക്കളെ കൂടെ കുറച്ച് ചില്ലായിട്ടിരിക്കണ്ടേ. പിന്നെ അതാ ഇന്നത്തെ ഫുൾ അലക്കിയ ഡ്രസ്സും ബക്കറ്റിലുണ്ട്. ഞാൻ ഒന്നും മടക്കി വെച്ചിട്ടില്ല കേട്ടോ, ഒക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിൽ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്, ഒരു കുഞ്ഞ് അതിഥി ഉണ്ട് കേട്ടോ, ഒരു ഇടക്കാക്കുരുവിയാണ്. അപ്പോൾ മൂപ്പര് വീടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറിയൊരു മുട്ട ഉണ്ട് കേട്ടോ, അതിനടയിരിക്കുകയാണ്. നല്ല ഭംഗിയെ കാണാൻ. ദിവസവും ഇവിടെ ഉണ്ടാകും, രാവിലെ പോയിട്ട് പെട്ടെന്ന് വരും, അങ്ങനെയാണ്. പിന്നെ ദാ താഴെ നിന്ന് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. താഴെ ചെടികളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ബബിൾസൊക്കെ നല്ല കളറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ദാ ഏട്ടനെടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ മുമ്പ് ഭയങ്കര ഡിമാൻഡ് കേട്ടോ, കഴിഞ്ഞില്ല ബിസിയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മൾ പിന്നെ നമ്മൾ ചില്ലായിട്ടിരുന്നു. പിന്നെ എന്താ നമ്മൾ എന്നത്തെയും പോലെ തന്നെ വടക്കലൊക്കെ നാളെ ആക്കാന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.